അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് 1ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് തഫ്ഹീം തിലാവ ബുക്കിൽ നിന്നുള്ള ഖിറാഅത്ത്, അതുപോലെ തന്നെ കിതാബത്ത്, ഇത് രണ്ടായിരിക്കും പരീക്ഷയിൽ ഉണ്ടാവുക. അതിൽ നമ്മൾ ഖിറാഅത്താണ് നോക്കുന്നത്. ഖിറാഅത്തിൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം, അതിൻ്റെ ഒരു മോഡലാണ് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രവർത്തനം, താഴെ കൊടുത്ത പദങ്ങൾ വായിക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ള പദങ്ങൾ വായിച്ചിട്ട് സ്ഥാനം കേൾപ്പിക്കണം. ശരിയാണെങ്കിൽ സ്ഥാനം മാർക്കിടും. അപ്പോൾ ഓരോ പദം ശ്രദ്ധിച്ച് അക്ഷരങ്ങളൊക്കെ കൃത്യമല്ലേ എന്ന് മനസ്സിലാക്കി സ്ഥാനം പറഞ്ഞു കൊടുക്കാം. ഒന്നാമത്തേത് കൻസുൻ, കാഫ് നൂന് സായ്, കൻസുൻ. കൻസുൻ, കൻസുൻ എന്നെന്തല്ല, അങ്ങനെയല്ല, കൻസുൻ എന്നാണ് കേട്ടോ. കൻസുൻ എന്ന് വായിക്കരുത്, കാരണം ഇവിടെ സീനല്ല, സായ് എന്ന അക്ഷരമാണ്. കൻസുൻ, തൻമീൻ ലൊമ്മാണ് കേട്ടോ. കൻസു എന്നും വായിക്കാൻ പാടില്ല. കൻസുൻ. 2 ഖത്തുൻ, ഖത്തുൻ. ഇവിടെ ഖ ആണ്, ഹ അല്ല, ജീമും അല്ല. ഖ, ഖത്തുൻ. ത അല്ല, തുൻ എന്നല്ല, ത ആണ്. തുൻ, ഖത്തുൻ. ഇവിടെ നമുക്ക് ഷദ് കാണാം, അപ്പോൾ കനപ്പിച്ച് പറയാം, ഖത്തുൻ. പിന്നെ അടുത്തത്, ഇത് ചിലപ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായി തോന്നാം, അങ്ങനത്തെയുള്ള പദങ്ങളാണ്. ഔഹാലഹ, ഔഹാലഹ. അതിൽ ശ്രദ്ധിച്ചില്ലേ, ഔഹ, ഇത് ഹ ആണ്. പിന്നീട് പറഞ്ഞത് ലഹ, ഇത് ഹ ആണ്. ഔഹാലഹ. വായിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിച്ചു കൊടുക്കുക കേട്ടോ. ഔഹാലഹ. 4ാമത്തെ പദം ലൗ ഉൻ, ലൗ ഉൻ. കണ്ടില്ലേ, ലോ അത് പുള്ളിയുള്ളതാണ്. ലൗ ഉൻ. 5 ഖഹാറുൻ, ഖഹാറുൻ. ഇവിടെ കാഫല്ല, ഖോഫാണ്. ഖഹാറുൻ. അതുപോലെ തന്നെ ഹ ആണ് ഇവിടെ ഉള്ളത്, അതിൻ്റെ മുകളിൽ ഷദ്ദുണ്ട്, നീട്ടാനുണ്ട്. ഖഹാറുൻ. അപ്പം അത് നല്ലവണ്ണം കട്ടി കൂട്ടിയിട്ട് നീട്ടി പറയാട്ടോ. ഖഹാറുൻ. പിന്നെ 6ാമത്തേത് ഹൽഖുൻ, ഹൽഖുൻ. ഹൽഖുൻ എന്നല്ല, ഹ, ഹൽഖുൻ. ഇനി അടുത്തത്, ഇങ്ങനെ ഒരു പ്രവർത്തനം കൂടെ ചിലപ്പോൾ വരാം. ചിത്രം നോക്കി യോജിച്ച വാക്ക് തൊട്ട് കാണിക്കാം. അപ്പം ഇവിടെ നമുക്ക് കാണാൻ കഴിയും 4 ചിത്രങ്ങൾ. ഇവിടെ ആദ്യത്തേത് കുടയാണ്, 2ാമത്തേത് വിമാനം എന്ന് പറയും. അതുപോലെ 3ാമത്തേത് അണപ്പല്ല്, വെറും പല്ലല്ല, അണപ്പല്ല്. വെറും പല്ലിന് നമ്മൾ പഠിച്ചിട്ടുണ്ട് സിന്നുൻ, ഇതാണ്. പക്ഷേ ഇത് മാറ്റമുണ്ട് കേട്ടോ, അണപ്പല്ലാണ്. പിന്നെ അതുപോലെ കൊടി, പതാക എന്നൊക്കെ പറയാം, കൊടി. അപ്പോൾ ഈ 4 ഫോട്ടോക്ക് യോജിച്ചത് വാക്കുകൾ താഴെയുള്ള ഈ കാണുന്ന 8 കള്ളികളിലുള്ള വാക്കിലൊന്നാണ് ഓരോന്നിൻ്റെതും. ഇപ്പോൾ കുടക്ക് അറബിയിൽ പറയുന്ന പേര് താഴെ കാണുന്ന ഇതിലുണ്ട്, അതേതാണെന്ന് തൊട്ട് കാണിക്കണം. അത് ചോദിക്കും, കുടക്ക് അറബിയിൽ എന്താണ് പറയുക, അതിനുള്ള വാക്ക് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ആദ്യം കുടമ തൊടുക.
എന്നിട്ട് അതിന് യോജിച്ചത് തിരഞ്ഞു നോക്കുക. ഇവിടെ കാണാം മിളല്ലത്തുൻ, മിളല്ലത്തുൻ. ഇതാണ് കുട, മിളല്ലത്തുൻ. പിന്നെ ഇതിൽ കുറേ പദങ്ങളുണ്ട്. 2 വിമാനം. വിമാനത്തിന് അറബിയിൽ പറയുന്ന പേരെന്താണ്? ഖത്മുൻ എന്നാണോ? അല്ല. പിന്നെയോ നബത്തുൻ എന്നാണോ? അതുമല്ല. തയ്യാറത്തുൻ. അത് ശരിയാണ്, തയ്യാറത്തുൻ, വിമാനം. ഇനി അടുത്തത് ലൈർസുൻ അല്ലേ? അറബിയിൽ ലൈർസുൻ എന്ന് പറയാം അണപ്പല്ലിന്. ഇതിലെവിടെയാണ് ലൈർസുൻ? കാണുന്നു, ലൈർസുൻ, ലൈർസുൻ. എന്താണ്? അണപ്പല്ല്. ഇനി അവസാനത്തത് പതാക. പതാകക്ക് അറബിയിൽ എന്താ പറയുക? സിന്നുൻ എന്നാണോ? സിന്നെന്ന് പറഞ്ഞാൽ എന്താ? പല്ല്. ഇനിയോ ലിവാ ഉൻ എന്നാണോ? അതെ, ശരിയാണല്ലേ, ലിവാ ഉൻ. പതാക അല്ലെങ്കിൽ കൊടി എന്നൊക്കെ പറയാം. ലിവാ ഉൻ, കൊടി. അപ്പോൾ നിങ്ങൾ ഓരോ ചിത്രം തൊട്ടിട്ട് അതിന് യോജിച്ച് ഏതാണെന്ന് ഇവിടെ തൊട്ട് കാണിക്കുക. ഇപ്പോൾ പല്ലുമ തൊടുക, അതിന് യോജിച്ചത് ലിർസുൻ. അതിനുശേഷം വിമാനത്തുമ തൊടുക, അതിന് യോജിച്ചത് ഇവിടെ തയ്യാറത്തുൻ. പിന്നെ കുടമ തൊടുക, ശേഷം യോജിച്ച പദം മിളല്ലത്തുൻ. ഇതുപോലെ യോജിച്ച ചിത്രത്തിന് യോജിച്ച പദം ചേർത്ത് കൊടുക്കുക, തൊട്ട് കാണിക്കുക, എന്നിട്ട് വായിച്ചു കൊടുക്കുക. ഇതായിരിക്കും ഈ പ്രവർത്തനം.